കടലപ്പരിപ്പ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടല്ലോ. അതെ, ഇതിൽ തേങ്ങ അരച്ചൊന്നും ചേർക്കേണ്ട, അല്ലാതെ നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. പിന്നെ ഇത് കടലപ്പരിപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് കടലപ്പരിപ്പ് ഒരു ദിവസം മുമ്പേ അല്ലെങ്കിൽ ഒരു കുക്ക് ചെയ്യുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പേ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് എടുത്തിരുന്നാലും മതിയാകും. ഇതിപ്പോൾ ഞാൻ കുതിർത്തൊന്നും വെക്കുന്നില്ല. ആദ്യം നമ്മൾ ആവശ്യത്തിന് കടലപ്പരിപ്പ് എടുക്കുക, അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതിയാകും. കടലപ്പരിപ്പ് കുറച്ച് സാധാരണ തുമരപ്പരിപ്പിനേക്കാളും കുറച്ചുകൂടി വേവുള്ളത് കൊണ്ട് അത് ഈ ഒരു രീതിയിലാകുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുതിർത്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ലൗക്കിയും കൂടി ചേർത്ത് കൊടുക്കുക. ലൗക്കിന്നും ചുരക്കാന്നും അങ്ങനെ പല പേരുണ്ട് ഇതിന്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ബേ ലീഫ് ഓപ്ഷണലാണ്. ഞാനൊരു ചെറിയൊരു പീസ് ബേ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേ ലീഫ് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഉള്ളത് തക്കാളിക്ക് നമുക്ക് ഓപ്ഷണലാണ്. അതിന് പകരം ഓപ്ഷണലല്ല, തക്കാളിക്ക് വേണം. അതിന് പകരം നിങ്ങൾക്ക് മാങ്ങയോ അല്ലെങ്കിൽ പച്ചമാങ്ങയോ ഉണക്കമാങ്ങ ആയാലും മതി. ഉണക്കമാങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ പച്ചമാങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ടായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തക്കാളിക്ക് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ തന്നെ ചേർക്കുക. ഉണക്കമാങ്ങ ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ഇപ്പം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടത് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളമൊക്കെ വന്നതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കടുക് താളിച്ചൊഴിക്കുക. ജീരകമാണ് നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നത്. എണ്ണയിലേക്ക് ജീരകം ഇട്ടു. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളുത്തുള്ളി ചേർക്കുക. അത് ചതച്ച് ആ തൊലിയോടുകൂടി ചതച്ച് തന്നെ ചേർക്കുക. അതായിരിക്കും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പില, വറ്റൽമുളക്, കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കുക. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ കറി തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ പുട്ടിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്